ഇടുക്കി ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയതിൽ നികുതി വെട്ടിപ്പ് നടത്തി എന്ന പരാതിയിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസിന് മുന്നിൽ ഹാജരായി. തൊടുപുഴ മുട്ടത്തുള്ള ഓഫീസിലാണ് ഹാജരായത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും തന്നെ സംശയത്തിന് നിഴലിൽ നിർത്താൻ അനുവദിക്കില്ലെന്നും കുഴൽനാടൻ പറഞ്ഞു. റിനു ശ്രീധർ വിവരണവുമായി. റിനു, ഈ ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? അജിംസ്, ഇടുക്കിയിലെ ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നികുതി തട്ടിച്ചു എന്നുള്ള കേസിൽ മുട്ടം വിജിലൻസ് ഓഫീസിൽ അല്പസമയം മുമ്പാണ് മാത്യു കുഴൽനാടൻ MLA ഹാജരായത്. അദ്ദേഹത്തിന്റെ ഒരു മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ ഇതുവരെയും കേസിൽ പ്രതിയാക്കുകയൊന്നും ചെയ്തിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണമാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി പ്രാഥമികമായി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാഥമികമായി നേരത്തെ തന്നെ ഒരു അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായും 7 കോടിയിലധികം രൂപ വിലമതിക്കുന്ന റിസോർട്ടിൽ 1,92,00,000 രൂപ മാത്രമാണ് രേഖയിൽ കാണിച്ചിട്ടുള്ളത്. അതേസമയം 3.5 കോടിയോളം രൂപയാണ് ഇദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ, തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് CN മോഹനൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനം. ഈ പരാതിയെ തുടർന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം വിജിലൻസ് നടത്തുന്നത്. രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പകപോക്കൽ തന്നെയാണ് CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായിട്ടുള്ള CMRലുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയർത്തിക്കൊണ്ടുവന്നതും മാത്യു കുഴൽനാടനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. 2023 സെപ്റ്റംബറിലാണ് ഈ പരാതി ലഭിക്കുന്നതും മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ഈ 4 മാസത്തിന് ഇടയിൽ ഒരു തവണ പോലും തനിക്കെതിരെ ഒന്ന് അന്വേഷണം നടത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മൊഴിയെടുക്കുവാനോ വിളിപ്പിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം വീണയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വിജിലൻസ് ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. രാഷ്ട്രീയപരമായും നിയമപരമായും ഈ കേസിനെ നേരിടുമെന്നും മാത്യു കുഴൽനാടൻ MLA രാവിലെ മാധ്യമങ്ങളെ കണ്ട അറിയിച്ചിരുന്നു. അജിംസ്. ശരി റിനു.